ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ശനിയാഴ്ചയാണ്, പുറത്ത് നല്ല മഴയാണ്. ഇന്ന് ഇച്ചിരി താമസിച്ചാട്ടോ എഴുന്നേറ്റത്. എങ്കിലും ഞാൻ വിളക്കെല്ലാം കത്തിച്ച് കുറച്ച് നേരം ഒന്ന് പ്രകൃതി ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിന്നു. ചെറിയ ചാറ്റമഴയേ ഉള്ളൂ, പക്ഷെ നല്ല സുന്ദരിയായിരുന്നു നമ്മുടെ പ്രകൃതി. പിന്നെ ഞാൻ അങ്ങ് അകത്തോട്ട് കയറി. ചെയ്യാൻ ഇഷ്ടമല്ലാത്ത രണ്ട് ജോലികളൊന്നാണ് കേട്ടോ, പാത്രം കഴുകിയിട്ട് അടുക്കി വെക്കുക എന്നുള്ള പരിപാടി. പിന്നെ ഞാനങ്ങ് ചായ ഇട്ടേ. എല്ലാവർക്കും ചായയാണ്, തണുപ്പൊക്കെ അല്ലേ, അതുകൊണ്ട് മക്കൾ എഴുന്നേറ്റ് വരുമ്പോഴേ ചൂടോടെ ചായ ചോദിക്കും. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ അങ്ങ് ചായ ഇട്ടു. ഇന്ന് അവർക്ക് ചോറൊന്നും കൊണ്ടുപോകണ്ട, ഉച്ചവരെ ഉള്ളൂ. മോന് സ്കോളർഷിപ്പിൻ്റെ ക്ലാസ് ആട്ടോ, എക്സ്ട്രാ ക്ലാസ്. മോക്ക് സാധാരണ ക്ലാസ് പോലെ തന്നെയാണ്. അപ്പോൾ ചോറ് കൊണ്ടുപോകാത്തതുകൊണ്ട് ഇച്ചിരി നേരം താമസിച്ചാണ് എഴുന്നേറ്റത്. രണ്ടുപേരെയും വിളിച്ചില്ല, ഇനി വിളിക്കണം. ഇന്ന് ചേട്ടായിക്കും പോകണ്ട, അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇന്നില്ലല്ലോ. പിന്നെ ഞാൻ വേഗത്തിൽ ചായ അങ്ങ് എടുത്തു. ഇച്ചിരി ചായക്കാമെന്ന് അങ്ങ് തുടച്ചിട്ട് പോയേക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഉറുമ്പ് ചേട്ടന്മാർ വേഗം ഇങ്ങെത്തും, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വെളിയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന്. അപ്പോൾ അതേ മൗലിമോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവരോട് വേഗം പോയി കുളിക്കുന്ന രണ്ട് വഴക്കൊക്കെ പറഞ്ഞിട്ട് അവനെ ഉണർത്താൻ പോയി. ശനിയാഴ്ച ആയതുകൊണ്ട് എഴുന്നേക്കാൻ ഭയങ്കര മടിയായിട്ടോ. ഞാൻ പിന്നെ ഒരു വിധത്തിൽ കൊത്തിപ്പൊക്കി രണ്ട് ഓമന വാക്കൊക്കെ പറഞ്ഞ് പുന്നരിപ്പിച്ചു. അപ്പം ഇന്ന് മഴയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ സൂര്യൻ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടുക്കളയിലോട്ട് എത്തി നോക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ വേഗത്തിൽ തുണിയെല്ലാം അങ്ങ് കഴുകിയിട്ട് കേട്ടോ. സൂര്യൻ ചേട്ടൻ പോകുന്നതിന് മുമ്പ് ആ പരിപാടിയും ഒതുക്കണ്ടേ. മോൻകുട്ടിൻ്റെ മുഖത്തേക്ക് വെയിലടിച്ചിട്ട് കണ്ണ് പൊത്തുക. പിന്നെ രണ്ടുപേർക്ക് എണ്ണ അങ്ങ് വെച്ച് കൊടുത്തേ. പിന്നെ നമ്മുടെ ജനലൊക്കെ തുറന്നിട്ടു, സൂര്യപ്രകാശം അകത്തെത്തണ്ടേ. ചപ്പാത്തിയും കിഴങ്ങറിയാണേ. രണ്ടുപേരുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റും. രണ്ടുപേർക്ക് ചപ്പാത്തിയും കിഴങ്ങറി ഇഷ്ടമല്ല കേട്ടോ. എനിക്കെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ബോറടിച്ചിരുന്നാണ് രണ്ടുപേരും കഴിക്കുന്നത്. ടി വി കാണാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് എന്ത് വേണ്ടി കുറച്ച് പുരാണമൊക്കെ പറഞ്ഞ് ആങ്ങളും മുങ്ങളും കൂടെ അങ്ങ് കഴിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പം ടി വിയുടെ മുമ്പിലായിരിക്കും. നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണിന്ന്. രാവിലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇരുട്ടത്തിൽ നിന്നുള്ള മേക്കപ്പ് ആക്കച്ചി. മോൻകുട്ടൻ ഇന്ന് കളർ ഡ്രസ് ആയതുകൊണ്ട് ഷൂ ഒക്കെ വലിച്ച് കയറ്റുന്നുണ്ട്. ഞാൻ ഇവരോട് ഇറങ്ങുവാണേ, എനിക്കും അമ്പലത്തിൽ പോയി തൊഴണം. അപ്പോൾ അവരുടെ ഒപ്പം ഇറങ്ങുവാണെങ്കിൽ അവരെ ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് പോകാമല്ലോ. അങ്ങനെ ഞങ്ങൾ പോവാം കേട്ടോ. പോകുന്ന വഴിക്ക് അമ്പലത്തിൽ കൊടുക്കാനായിട്ട് കുറച്ച് നീല ശംഖുപുഷ്പം. അയ്യപ്പൻ അമ്പലത്തിൽ പോവുകയാണേ, നമ്മുടെ അടുത്ത് തന്നെ. അപ്പോൾ കുറച്ച് നീല ശംഖുപുഷ്പം പറിക്കുവാണേ. അപ്പോൾ ആ വീട്ടിലെ ചേച്ചിയുടെ രണ്ട് വർത്തമാനം എല്ലാം പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നിട്ടാണ് ഞാൻ പിന്നെ പോയത്. മക്കൾ ബഹളം വെക്കുന്നുണ്ട്, അമ്മയെ ബസ്സിൽ പോരും, അമ്മ പെട്ടെന്ന് വാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ അവരോട് പോവാം കേട്ടോ. കുറച്ച് ദൂരമുണ്ട്. ഇതാണ് അവരുടെ ബസ് സ്റ്റോപ്പ്. ഇവിടെ നിന്നിട്ട് ഞാൻ അമ്പലത്തിലോട്ട് പോയി കേട്ടോ. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, മഴയല്ലേ, അധികം ആളേയില്ല. പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് വേഗത്തിലൊന്ന് കാപ്പി കഴിക്കുവാണ്. വിശന്ന് കുഴഞ്ഞാണ് ഞാൻ വന്നത്. ചപ്പാത്തിയും കിഴങ്ങറിയും പാൽച്ചായി. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളല്ലോ. വേഗത്തിൽ കഴിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് കുറച്ച് പായസം കിട്ടി. പാൽപ്പായസം പോലൊക്കെ തന്നെ ഇരിക്കും, പക്ഷേ എനിക്കിന്ന് ഒരിക്കലായതുകൊണ്ടേ പാൽപ്പായസം കുടിക്കാൻ പറ്റത്തില്ല, അരിയല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഒരു ഗ്ലാസ് പായസം എടുത്ത് ചേട്ടായിക്ക് കൊടുത്തിട്ട് ബാക്കി ഞാനങ്ങ് വെച്ചു. മക്കൾ വരുമ്പോൾ കുടിക്കുമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ നമ്മുടെ മീൻകാരൻ ചേട്ടൻ്റെ മീനും കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ണിയിലേയും കൊച്ചുമത്തിയാണ്. ഞാൻ മീൻ വെട്ടാൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ കുഞ്ഞു പൂച്ചകളെന്തേ വന്നിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് അവനെ വൃത്തിയാക്കിയിട്ട് വറക്കാനുള്ളതും കറി വെക്കാനുള്ളതും എടുത്ത് കുരുമുളകും പെരുംജീരകവും വെളുത്തുള്ളിയും കൂടെ നല്ലോണം ചതച്ചിട്ട് വേപ്പിലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അവനെ അങ്ങ് സെറ്റാക്കി വെച്ചു. എന്നിട്ട് പിന്നെ വേഗത്തിൽ നമുക്ക് മീൻകറിയുടെ പരിപാടി നോക്കണം. മക്കൾ വരുമ്പോൾ ഊണ് കൊടുക്കേണ്ടതാണ്, അവർ വേഗം ഇങ്ങെത്തും. ഇന്ന് മുളക് കറിയാട്ടോ വെക്കുന്നത്. കറണ്ടില്ലെന്നേ. അപ്പം പിന്നെ എന്ത് ചെയ്യും തേങ്ങ അരച്ച് വെക്കാനായിട്ട്? കല്ലുണ്ട്, പക്ഷെ കല്ലിൽ അരച്ച് കറി വെച്ചാലേ നല്ല രുചിയായിരിക്കും. അതുപോലെ സ്ഥിരം ഞാൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയുള്ള റിസ്ക് ഒന്നും ഞാൻ എടുക്കുന്നില്ല. ഇന്ന് മുളക് കറി ആക്കി, അല്ലെങ്കിൽ എനിക്ക് സ്ഥിരം പരിപാടിയായിരിക്കും. ഇച്ചിരി കുരുമുളകും പെരുംജീരകവും പൊടിക്കുക കേട്ടോ. പിന്നെ കൊച്ചുള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ വേഗം അങ്ങോട്ട് മൂപ്പിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് മൂപ്പിച്ച് ഒരു കഷ്ണം കുടംപുളി ഇട്ട് പെട്ടെന്ന് ഇങ്ങനെ കറി വെച്ചെടുക്കാം. എപ്പോഴും കറി വെക്കുമ്പോൾ ഓർക്കും കേട്ടോ, ആദ്യമൊക്കെ കറി വെക്കുമ്പോഴത്തേക്കും കൊള്ളത്തേ ഇല്ലായിരിക്കും. എങ്കിലും അങ്ങ് വെക്കുമെന്നേ കുറ്റം പറയും. അപ്പോൾ പിന്നെ ഞാൻ നല്ലോണം വെക്കാൻ നോക്കും. അങ്ങനെ വെച്ച് 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 ഞാൻ കറി വെക്കാനൊക്കെ പഠിച്ചത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. പക്ഷേ എൻ്റെ കറി കൂട്ടാൻ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്ക് ഇവിടുത്തെ എൻ്റെ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഓരോ ദിവസം വെറൈറ്റി രീതിയിൽ ഇങ്ങനെ കറി വെച്ചുകൊണ്ടേയിരിക്കും. അതും എൻ്റെ ഒരു സന്തോഷം. പ്രത്യേകിച്ച് അളവുകളൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ അളവിനങ്ങ് എടുക്കും.
അത് ഉപ്പാണെങ്കിലും മുളകാണെങ്കിലും എല്ലാം 1 ടീസ്പൂൺ 2 ടീസ്പൂൺ അങ്ങനൊന്നും പറഞ്ഞ് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു പരുവാണ് എല്ലാം. രുചി നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇച്ചിരി കൂട്ടിയും കുറച്ചൊക്കെ എടുക്കും, അത് തന്നെ. അപ്പോഴാണ് ഞാൻ ഇവിടെ ഒരു പൊതി ഇരിക്കുന്ന കണ്ടത്. അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് കടയിൽ കയറിയപ്പോഴത്തേക്ക് അവിടുത്തെ ഭരണി കിടക്കുന്ന കണ്ടപ്പോൾ കൊതി മൂത്ത് വാങ്ങിച്ചതാണ്. മക്കൾക്ക് വേണ്ടി എടുത്തങ്ങ് വെച്ചേച്ചു. അങ്ങനെ അറിയാം നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വന്നപ്പോൾ ചെറു ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ട് മീൻ കഷ്ണങ്ങളിലേക്ക് ഇതിലോട്ട് ഇട്ടിട്ട് ചെറിയ തീയിൽ അങ്ങ് വേവിച്ചെടുത്താൽ മതി. തിളപ്പിച്ചങ്ങ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി സെറ്റാകും കേട്ടോ. മീൻകറിക്ക് ഒരു മോര് കറി ഇവിടെ വേണം, പക്ഷെ കടയിൽ കയറിയപ്പോഴത്തേക്കും മോരില്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ, വേറെ ഒന്നും ചെയ്യാൻ നിന്നില്ല. ഇന്ന് ഇതൊക്കെ തന്നെ കൊണ്ട് ഓടിക്കാന്നുള്ളൂ. വൈകിട്ടൊരു കല്യാണമുണ്ട്, അപ്പോൾ കല്യാണ വീട്ടിൽ പോകണം. അപ്പോൾ വൈകുന്നേരം മക്കൾ അവിടെ നിന്നായിരിക്കും ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ പിന്നെ വൈകുന്നേരം ഞങ്ങളുടെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ നമ്മുടെ സെറ്റാക്കി വെച്ച മീൻകൂട്ടന്മാരെ ഞാനങ്ങ് പൊരിക്കാനിട്ട് കേട്ടോ. കൊച്ചുമത്തിയാണ് കൂടുതലും പൊരിച്ചത്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചുമത്തി. നമ്മുടെ കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഞാൻ തീ കുറച്ച് വെച്ചിട്ട് വേഗം കുളിക്കാൻ പോയി കേട്ടോ. തിരി കെട്ടാൻ കയറണം, അത് നമ്മുടെ ജോലിയല്ലേ, ചെയ്യാതിരിക്കാൻ പറ്റുമോ. ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് ഒരു തിരിയെല്ലാം കത്തിച്ച് അങ്ങനെ തിരി കെട്ടാൻ കയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.